എല്ലാവർക്കും നമസ്കാരം. ധ്വനി കലാലയത്തിൻ്റെ ഈ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ തക്കിട്ട സാധകം 10 മിനിറ്റ് നമ്മൾ ചെയ്തു വരികയാണ്. അതിൻ്റെ കൂടെ തക്കിട്ട വേറൊരു രീതിയിൽ തരികിടതൊന്നും ചേർത്തിട്ട് എങ്ങനെ അത് സാധകം ചെയ്യാം, എങ്ങനെ ചെയ്താലാണ് അത് സാധകം ചെയ്യാനൊരു ഉത്സാഹവും തൃപ്തിയൊക്കെ ഉണ്ടാവുക എങ്ങനെയാണ്. നമ്മൾ ഒറ്റയ്ക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു തൃപ്തി കുറവുണ്ടാവും. പക്ഷെ നമ്മൾ കൗണ്ട് ചെയ്തിട്ടാണ് നമ്മളത് ചെയ്യുകയെന്നുണ്ടെങ്കിൽ നമുക്കതൊരു വാശി ഉണ്ടാവും. ആ മെത്തേഡ് കഴിയുന്നവരെ നമുക്കത് എത്തിക്കാനും അത് മുഴുവനാക്കാനും ഒരു വാശി ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ തക്കിട്ട എങ്ങനെയാണ് നമുക്ക് അങ്ങനെ ഒരു രീതിയിൽ സാധകം ചെയ്യാൻ പറ്റുക? അപ്പോൾ ഇങ്ങനെ സാധകം ചെയ്യുന്നതുകൊണ്ടുള്ള ഉദ്ദേശം എന്താണ്? ഇതെല്ലാമാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ തക്കിട്ട നമുക്ക് എങ്ങനെ കൊട്ടാൻ പറ്റും? എന്താ പറയുക, ഒരു താല്പര്യം ഉണ്ടായിട്ട് നമ്മൾ കൊട്ടുന്നതും അതല്ലാതെ വെറുതെ ഇങ്ങനെ നമ്മൾ കുറേ നേരം കൊട്ടുന്നതും രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. കൂടുതൽ നമുക്ക് ആ സാധകം ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു മൂല്യം ഉണ്ടല്ലോ, അത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത് നമ്മൾ മനസ്സറിഞ്ഞ് നമ്മൾ സാധകം ചെയ്യുമ്പോഴാണ്. അപ്പോഴാണ് നമ്മുടെ ശരീരവും മനസ്സും യോജിക്കുമ്പോഴാണ് നമുക്കതൊന്ന് ആ സാധകം ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു പ്രതിഫലം അതിന് വളരെ ശക്തി കൂടും. അപ്പോൾ ഒറ്റയ്ക്ക് സാധകം ചെയ്തിട്ട് ഒരു മടുപ്പിലേക്ക് പോകണ്ട. അപ്പോൾ നമുക്ക് ഈ ഒരു പാറ്റേണിൽ നമുക്ക് സാധകം ചെയ്യാം. 1-ാം കാലം, 2-ാം കാലം, 3-ാം കാലം, 2-ാം കാലം, 1-ാം കാലം, അങ്ങനെയാണ് ഈ ഒരു അവരോഹണ ക്രമത്തിലാണ് നമ്മൾ സാധകം ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലേ. ഇനി നമുക്ക് 2-ാം കാലം മാത്രം എടുക്കാം. അപ്പോൾ 2-ാം കാലം മാത്രം എടുക്കുമ്പോൾ തക്കിട്ട തക്കിട്ട ആ ഒരു സ്പീഡിലാണ് നമ്മൾ വരിക 2-ാം കാലം. ആ തക്കിട്ട നമ്മൾ കൊട്ടുക, അതിൻ്റെ കൂടെ തരികിടതൊന്നും കൂടി കൊട്ടുക. അപ്പോൾ നമ്മൾ തക്കിട്ട മാത്രം കുട്ടിയ ശീലമുള്ളവർക്ക് ഒരു ചേഞ്ച് ആവുക തരികിടതോ എന്നുള്ളത്. അപ്പോൾ അതെങ്ങനെ നമ്മൾ അവതരിപ്പിക്കാൻ പറ്റും, നമുക്കതെങ്ങനെ കൊട്ടാൻ പറ്റും? അപ്പോൾ വ്യക്തമായിട്ടുള്ളൊരു പാറ്റേൺ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആ പാറ്റേൺ കഴിയുന്നവരെ അത് കൊട്ടാൻ ശ്രമിക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു പാറ്റേൺ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് 2-ാം കാലം തക്കിട്ട എടുക്കാം. തക്കിട്ട തക്കിട്ട ഈ ഒരു സ്പീഡ് നമ്മൾ കീപ്പ് ചെയ്തിട്ട് പോവുക. ഇതിൽ തരികിടതോ കൊട്ടുക. അപ്പോൾ അതെങ്ങനെ തരികിടതോ കൊട്ടു? തക്കിട്ട 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 തക്കിട്ട. ഇതിൻ്റെ നേരെ മേലെയുള്ള തക്കിട്ടയുടെ കാലം തക്കിട്ട 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 തക്കിട്ട, ഇതാണ് കാലം. അപ്പോൾ ഈ തക്കിട്ട 3-ാം കാലം കൊട്ടുന്ന ആ ഒരു സ്പേസിൽ നമുക്ക് തരികിടതം കൊട്ടണം. അപ്പോൾ തക്കിട്ട തക്കിട്ട തരികിടതോം 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 തരികിടതോം, ഇങ്ങനെയാണ് കൊട്ടുക. അപ്പോൾ അതിന് വ്യക്തമായിട്ടുള്ളൊരു വ്യവസ്ഥ ഉണ്ടാക്കുക. 2-ാം കാലം തക്കിട്ട 8 എണ്ണം, തരികിടതോം 8 എണ്ണം. അപ്പോൾ എങ്ങനെ കൊട്ടാൻ പറ്റും? തക്കിട്ട 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 തരികിടതോം 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 തരികിടതോം. 2-ാം കാലം തക്കിട്ട 8 എണ്ണം, തരികിടതോം 8 എണ്ണം. 2-ാം കാലം തക്കിട്ടയുടെ അതേ നീളാണ് തരികിടതോന്ന് കൊട്ടുമ്പോൾ. അപ്പോൾ 2-ാം കാലം തക്കിട്ടയുടെ ഉള്ളിലേക്ക് കറക്റ്റ് ആയിട്ട് നിൽക്കുന്നതാണ് തരികിടതോ. എല്ലാവർക്കും മനസ്സിലാവേണ്ടത് വിചാരിക്കുന്നു. ഇത് ഇരട്ടി കൊട്ടുന്ന സമയത്ത് നമ്മൾ 16 എണ്ണാണ് കൊട്ടുക. തക്കിട്ട ഇരട്ടി കൊട്ടും, അതായത് തക്കിട്ട 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 തക്കിട്ട, ഇത് 16 എണ്ണാണ്. 2-ാം കാലം 8 തക്കിട്ട കൊട്ടുമ്പോൾ 3-ാം കാലം തക്കിട്ട 16 എണ്ണം വരും. ഇതിൽ 2-ാം കാലത്തിന്റെ തക്കിട്ടയുടെ അതേ നീളാണ് ഒരു തരികിടതോ. അപ്പോൾ തരികിടതോം തക്കിട്ട തരികിടതോം 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 തരികിടതോം. അപ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റും, എണ്ണി കൊട്ടാൻ പറ്റും എന്നർത്ഥം.
തക്കിട്ട 16 ഇപ്പോൾ മൂന്നാം കാലം കൂട്ടുന്ന സമയത്ത് നമുക്ക് എണ്ണാൻ പറ്റില്ല. ചിലവർക്ക് അത് എണ്ണാൻ പറ്റിക്കൊള്ളുന്നില്ല, എണ്ണാൻ പറ്റില്ല. അപ്പോൾ തരികിടതോന്ന് കൊട്ടുമ്പോൾ അതിലും തക്കിട്ടുണ്ട്, കൂടാതെ തരികിടയുണ്ട്. അപ്പോൾ അതും നമുക്ക് വൃത്തിയായിട്ട് കൊട്ടാൻ പറ്റും. തരികിടതോന്നും തക്കിട്ടോന്നും ഒരേ സമയത്ത് നമുക്ക് കയ്യിൽ വരുത്താനൊരു വഴി കൂടിയാണത്. അപ്പോൾ അതിൻ്റെ പാറ്റേൺ എന്ന് പറയുന്നത് രണ്ടാം കാലം തക്കിട്ട 8 തവണ കൊട്ടുക, തരികിടതവും 8 തവണ കൊട്ടുക. അങ്ങനെ 2 റൗണ്ട് പോയി വരിക. 2 റൗണ്ട് പോയി വന്നാൽ പിന്നെ അടുത്തത് 4 തക്കിട്ട കൊട്ടുക, 4 തരികിടതവും കൊട്ടുക. അപ്പോൾ നമുക്ക് അതിൻ്റെ കൗണ്ട് കുറയും തോറും നമ്മുടെ റൗണ്ട് കൂടി കൂടി വരും. അപ്പോൾ 8 നമ്മൾ കൊട്ടുന്നത് 2 തവണ കൊട്ടുക, 4 കൊട്ടുന്നത് 4 തവണ തന്നെ കൊട്ടുക, 2 കൊട്ടുന്നത് 4 തവണ കൊട്ടുക, 1 കൊട്ടുന്നത് 4 തവണ കൊട്ടുക. അപ്പോൾ എങ്ങനെ 4 എങ്ങനെ കൊട്ടും? തക്കിട്ട 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 തടികിടതോം 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 തക്കിട്ട 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 തടികിടതോം 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 തടികിടതോം. അങ്ങനെ 4 കൊട്ടുക. അത് കഴിഞ്ഞാൽ തടികിടതോം തടികിടതോം തക്കിട്ട തക്കിട്ട തടികിടതോം തടികിടതോം തക്കിട്ട തക്കിട്ട. 2 അങ്ങനെ 4 കൊട്ടുക, 4 തവണ കൊട്ടുക. ഇനി വരുന്നത് 1. അപ്പോൾ തക്കിട്ട തടികിടതോം തക്കിട്ട തടികിടതോം തക്കിട്ട തടികിടതോം തക്കിട്ട തടികിടതോം. അങ്ങനെ കൊട്ടുക 1. ഇനി ഈ തരികിടതോം എന്നുള്ളത് 3 ആക്കിയിട്ട് 2 ആക്കിയിട്ട് 1 കൊട്ടുക. അതെങ്ങനെ കൊട്ടാൻ പറ്റും? അപ്പോൾ തക്കിട്ട തടികിടതോം തക്കിട്ട തടികിടതോം തക്കിട്ട തടികിടതോം തക്കിട്ട തടികിടതോം. അങ്ങനെയാണ് 1 നമ്മൾ ഏറ്റി ചുരുക്കി വരിക അല്ലേ. അതിനുശേഷം തടികിടതോം 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 തക്കിട്ട തടികിടതോം 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 തക്കിട്ട. 3 2 കഴിഞ്ഞു. തടികിടതോം തടികിടതോം തക്കിട്ട തടികിടതോം തടികിടതോം തക്കിട്ട. 2 കഴിഞ്ഞു. തടികിടതോം തക്കിട്ട തടികിടതോം തക്കിട്ട 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 തക്കിട്ട. ഇത് കുറച്ച് കാലം കയറ്റിയിട്ട് 7 കൂട്ടുക തക്കിട്ട. 8 തരികിടതോം കൂട്ടുക. അങ്ങനെ കൂട്ടുക തക്കിട്ട 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 തടികിടതോം തക്കിട്ട 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 തരികിടതോം. ഈ തക്കിട്ട തരികിടതോം എന്നുള്ളത് 7 തക്കിട്ട കൂട്ടുക, 8 തരികിടതോം കൂട്ടുക. അപ്പോൾ ഈ പാറ്റേൺ പോകുന്നത് നമ്മൾ ആദ്യം കൂട്ടിയ പാറ്റേണിൽ തന്നെയാണ്. ഓരോന്നോരോന്ന് കുറച്ച് വരിക. 8 കൂട്ടുക, 4 കൂട്ടുക, 2 കൂട്ടുക, 1 കൂട്ടുക. ആ ലെവലിൽ എത്തുന്ന സമയത്ത് നമുക്ക് കുറച്ച് കാലം കയറിയിട്ട് കൊട്ടാൻ പറ്റിച്ചാൽ കുറച്ചും കൂടി നന്നായി. ഇതിപ്പോൾ ഒരു 3 പാറ്റേണിലായിട്ടാണ്. ആദ്യത്തെ ഒരു പാറ്റേൺ, പിന്നെ തരികിടതോന്ന് 3 3 2 2 1 1 ആയിട്ട് ആവർത്തിച്ച് കൂട്ടുന്നത്. പിന്നെ തക്കിട്ട മാത്രം 7 കൂട്ടിയിട്ട് 8 തരികിടതോം കൂട്ടിയിട്ട് അത് ഏറ്റി ചുരുക്കുന്നത്. ഈ ഓരോ പാറ്റേൺ കഴിയുന്ന സമയത്തും നമുക്ക് കുറച്ച് കാലം സ്പീഡ് കൂട്ടിയിട്ട് കൊട്ടുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നന്നായിരിക്കും. അപ്പോൾ അതെങ്ങനെയാണ് കൊട്ടുക എന്നത് ആ വീഡിയോയിൽ കാണിക്കും. അപ്പോൾ അതേപോലെ പരമാവധി വൃത്തിയായിട്ട് അതേപോലെ കൈയൊക്കെ മറച്ച് ശരിക്ക് നിന്ന് അതിൻ്റെ മറയും കാര്യങ്ങളെല്ലാം വൃത്തിയാക്കി വളരെ ശ്രദ്ധിച്ച് നന്നായിട്ട് കൊട്ടിക്കഴിഞ്ഞാൽ നല്ല മാറ്റം ഉണ്ടാവും. അത് എല്ലാവരും വൃത്തിയായി ചെയ്യാൻ ശ്രമിക്കുക. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് മാറ്റങ്ങൾ വരുന്നുണ്ടോ എന്ന് കൂടി എന്നെ അറിയിക്കണം. വീഡിയോ കാണൽ മാത്രമേ ഉള്ളൂ എല്ലാവരും. അതിനെക്കുറിച്ച് അഭിപ്രായങ്ങളും വിമർശനങ്ങളും ഒന്നും കാണാനില്ല. വിമർശനങ്ങൾ വേണ്ട, അഭിപ്രായങ്ങൾ മാത്രം മതി. നല്ല അഭിപ്രായങ്ങൾ മാത്രം മതി. അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യുക. അവനവൻ്റെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ ഒന്ന് എന്നെ അറിയിക്കുക. വെറുതെ വീഡിയോ കാണൽ മാത്രമാക്കി അങ്ങനെ മിണ്ടാതെ പോകരുത്. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതെങ്ങനെ കൊട്ടുക നോക്കാം. സോപാന സംഗീതത്തെ ഇഷ്ടപ്പെടുന്നവർ, അതിനെ ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്നവർ എല്ലാവർക്കും ആ ഒരു വീഡിയോയിലേക്ക് വരാം.
അപ്പോൾ ഇങ്ങനെയാണ് സാധനം ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ആർക്കെങ്കിലും ഒരു മാറ്റങ്ങൾ സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും എന്നെ അറിയിക്കണം. ഞാൻ നേരത്തെയും പറഞ്ഞു, തീർച്ചയായിട്ടും എന്നെ അറിയിക്കുക. അപ്പോൾ ഈ ഒരു ക്ലാസ് എല്ലാവർക്കും നല്ലോണം ഉപകാരപ്പെടുന്നു വിചാരിക്കുന്നു. അപ്പോൾ വൃത്തിയായിട്ട് ഈ പറഞ്ഞു തന്ന പോലെ തന്നെ വൃത്തിയായിട്ട് ചെയ്യാൻ നോക്കുക. ഇതൊരു ഉത്സാഹം കൂട്ടുന്ന ഒരു എന്താ പറയുക, ഒരു സാധക രീതിയാണ് അത്. അപ്പോൾ വൃത്തിയായിട്ട് എല്ലാവരും അത് പരമാവധി അത് എത്തിക്കാൻ ശ്രമിക്കുക. തരികിടതൊന്ന് വൃത്തിയായിട്ട് തന്നെ കുട്ടുക, കൈ മറച്ച് വൃത്തിയായിട്ട് തന്നെ കുട്ടുക. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ധ്വനി കലാലയത്തിൻ്റെ നമസ്കാരം.